സർക്കാരിൻ്റെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള ഗ്രഫ് ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സിൽ 899 സ്ഥിരം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആൺകുട്ടികൾ മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഡ്രാഫ്റ്റ്സ്മാൻ 42, ഹിന്ദി ടൈപ്പിസ്റ്റ് 10, സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ 300, ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷൻ 261, ഓപ്പറേറ്റർ എക്സ്കവേറ്റിംഗ് മെഷീനറി 207, ഇലക്ട്രീഷ്യൻ 79, അങ്ങനെ 899 ഒഴിവുകളാണ്. ഓൺലൈനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. തപാലിൽ വേണം അയക്കാൻ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മെയ് 21 മുതൽ 2026 ജൂലൈ 4 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. എന്നാൽ നോർത്ത് ഈസ്റ്റുള്ളവർക്കും ജമ്മു ആൻഡ് കാശ്മീരിലുള്ളവർക്കും ജൂലൈ 19 വരെ സമയമുണ്ട്. വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അതെടുത്ത് നമ്മൾ ഫില്ല് ചെയ്ത് വേണം പോസ്റ്റിൽ അയക്കാമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഏജ് പറഞ്ഞിട്ടുള്ള 18 വയസ്സിനും 27 വയസ്സിനും വേണ്ടിയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. SC/ST-ക്കാരെ കണ്ടത് 5 വർഷവും OBC-ക്കാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് വൃത്തിയായിട്ട് ടൈപ്പ് ചെയ്തെടുക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തെടുത്താൽ മതിയാവും. അതോടൊപ്പം ഒരു സൈഡ് A4 പേപ്പറിൻ്റെ ഒരു പേപ്പറിൽ ഒരു സൈഡിൽ മാത്രമേ ടൈപ്പ് ചെയ്യാവൂ. എന്നാൽ അഡ്മിറ്റ് കാർഡ് ഉണ്ട്, അഡ്മിറ്റ് കാർഡ് 2 സൈഡിലും ടൈപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ നമ്മൾ ടൈപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം എടുക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അയക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റും സെൽഫ് അറ്റസ്റ്റഡോ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറെ കൊണ്ടോ അറ്റസ്റ്റ് ചെയ്ത് വേണം അയക്കാൻ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷാ ഫീസുണ്ട്. ജനറൽ OBC കാൻഡിഡേറ്റ്സിനൊക്കെ 50 രൂപയുണ്ട്. എന്നാൽ SC/ST-ക്കാർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും അപേക്ഷാ ഫീസില്ല. ഫീസ് നമ്മൾ നേരിട്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും എന്ന കാര്യം ഓർമ്മിക്കുക. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് ഡ്രാഫ്റ്റ്സ്മാൻ എന്നുള്ളതാണ്. അതിലേക്ക് വേണ്ട ഇത് +2 സയൻസും 2 വർഷത്തെ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ആർക്കിടെക്ചർ എന്ന കോഴ്സ് പാസ്സായതായിരിക്കും. അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഡ്രാഫ്റ്റ്സ്മാൻ സിവിലിൽ ഉണ്ടായിരിക്കുകയും അതോടൊപ്പം 1 വർഷം പ്രവൃത്തിപരിചയമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഹിന്ദി ടൈപ്പിസ്റ്റാണ് 2ാമത്തെ പോസ്റ്റ്. അതിലേക്ക് +2 പാസ്സായതിനു ശേഷം ഹിന്ദിയിൽ ടൈപ്പ് ചെയ്യാൻ 30 വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡ് ഉണ്ടായിരിക്കണം. 3ാമത് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ എന്നുള്ളതാണ്. +2 പാസ്സായതിനു ശേഷം സ്റ്റോർ കീപ്പിംഗ് നോളജ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷൻ എന്ന പോസ്റ്റിലേക്ക് 10ാം ക്ലാസ്സിന് ശേഷം വയർലെസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ റേഡിയോ മെക്കാനിക്കലുള്ള ട്രേഡിലുള്ള ITS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത ഓപ്പറേറ്റർ എക്സ്കവേറ്റിംഗ് മെഷീൻ എന്ന പോസ്റ്റിലേക്ക് 10ാം ക്ലാസ്സും ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രീഷ്യൻ 10ാം ക്ലാസ്സും ITAയും അത് ഓട്ടോ ഇലക്ട്രീഷ്യൻ എന്ന ട്രേഡിലുള്ള ITAയും 1 വർഷം ഇലക്ട്രീഷ്യനായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ടല്ല ഓൺലൈനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കണം വെബ്സൈറ്റിൽ നിന്ന്. അതിനുശേഷം ആപ്ലിക്കേഷൻ അതിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ, ഡേറ്റ്, അതോടൊപ്പം ഏത് ട്രേഡാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസും എല്ലാ സർട്ടിഫിക്കറ്റ് കോപ്പീസ് ചെയ്ത് നമ്മൾ കമാൻഡൻറ്റ് ഗ്രഫ് സെൻറ്റർ ഡിഗ്ഗി ക്യാമ്പ് പൂനെ 411015 എന്ന അഡ്രസ്സിൽ തപാലിൽ വേണം അയക്കാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവരിലേക്ക് ജൂലൈ 4 മുമ്പ് അപേക്ഷിക്കുക. താല്പര്യമുള്ളവർ